ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ദിവ്യ, ഇതെൻ്റെ മോള് റിയ, ഹസ്ബൻഡ് സുബീഷ്, ഇത് എൻ്റെ മോൻ റൈഷ്. ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ്. ഏകദേശം ഒരു 18-20 വർഷത്തോളമുള്ള സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാനിവിടെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും, പക്ഷേ ഞാനെല്ലാം ചുരുക്കി പറയാം. ആദ്യമേ തന്നെ എൻ്റെ +2 സമയത്ത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു എക്സാം സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ജീസസിനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അത് നല്ലൊരു മാർക്കോട് കൂടി, അത്ഭുതകരമായ മാർക്കോട് കൂടി ഞാനത് പാസ്സായി. അത് എനിക്ക് ഭയങ്കര വലിയൊരു അനുഗ്രഹമായിട്ടും ഭയങ്കര അത്ഭുതമായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മാരേജ് കഴിഞ്ഞു. എനിക്ക് ഫസ്റ്റ് കുട്ടിയുണ്ടായത് അബോർഷനായി, സെക്കൻഡ് വീണ്ടും ഒരു കുട്ടിയുണ്ടായി, അത് അബോർഷനായി. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും പോയിട്ടുണ്ട്, പല ഡോക്ടേഴ്സിനെയും കണ്ട് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി പല ചെക്കപ്പുകൾ നടത്തിയെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഹസ്ബൻഡിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉണ്ടാകുന്ന കുട്ടിക്ക് ഗ്രോത്ത് ഇല്ലാതെ അബോർട്ടായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഇനിയെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഫാമിലിയായിട്ട് എബ്രോഡ് പോവുകയും അവിടെ ചെന്നതിന് ശേഷം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എനിക്ക് റെഗുലറായ പീരീഡ് ആയിക്കൊണ്ടിരുന്ന എനിക്ക് ഒരു വർഷത്തോളം പിന്നെ പീരീഡും ആകാത്ത ഒരവസ്ഥയിലായിട്ടായി. അപ്പം മാനസികമായിട്ട് നല്ല രീതിയിൽ ഞാൻ ഡൗൺ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു പള്ളി ഉണ്ടെന്നും 3 നിയോഗങ്ങൾ വെച്ച് 9 ആഴ്ച പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പള്ളി പോവുകയും ആദ്യമായിട്ട് പള്ളിയിൽ പോവുകയും 3 നിയോഗങ്ങളിൽ ഒന്ന് എനിക്കൊരു കുഞ്ഞുണ്ടാവുക എന്നായിരുന്നു. അപ്പം അവിടെ പോയി ഏകദേശം 9 ആഴ്ച മുടങ്ങാതെ ഞാൻ തിരിവെച്ച് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഒരു വർഷത്തോളം എനിക്ക് പീരീഡ്സ് ആകാതിരുന്ന എനിക്ക് അതിൻ്റെ അടുത്ത മാസം എനിക്ക് പീരീഡ്സ് ആവുകയും അതോടുകൂടി ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ എനിക്കൊരു കുട്ടിയെ ലഭിച്ചു. ഇപ്പോൾ 12 വയസ്സുണ്ട്. അതാണ് എൻ്റെ മകള്, ഈ റിയ എന്ന് പറയുന്നത് മകള്. അതിനുശേഷം എനിക്ക് പിന്നെ ഈ ഫസ്റ്റ് അബോർഷനായ സമയത്ത് DNC ചെയ്തിട്ടുണ്ടായിരുന്നു. DNC ചെയ്ത സമയത്ത് ശാരീരികമായിട്ട് അന്ന് തൊട്ടേ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഷോൾഡർ പെയിൻ, ചെസ്റ്റിൻ്റെ ഭാഗം, ബോൺസ് എല്ലാം നല്ല വേദനയായിരുന്നു, എല്ലുകളുള്ള ഭാഗം എല്ലാം നല്ല പെയിനായിട്ട് മാറി. ലാസ്റ്റ് ഏകദേശം ഒരു 4 വർഷം മോളെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബോഡിയിലും പെയിനായി മാറി. അങ്ങനെ ഫുൾ ടൈം പെയിനാണ്. പല ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടും ഓരോ ഓയിൽമെൻറ്റ്, ഏതെങ്കിലും മെഡിസിൻസ് തരും, എന്നിട്ടും കൃത്യമായിട്ട് എന്താണ് ഒരു അസുഖം എന്ന് ആർക്കും അറിയില്ല. അവസാനമായപ്പോൾ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോക്കൊക്കെ നിർത്തി മടുത്ത് അവസാനം ആത്മഹത്യ ചെയ്യണമെന്ന് പോലും തോന്നുന്നൊരവസ്ഥയിൽ മെൻ്റൽ ഡിപ്രഷനായി. കാരണം എനിക്കൊരു കുഞ്ഞ് പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു ഡെലിവറിക്കൊക്കെ അതിന് വേണ്ടിയുള്ളൊരു ബോഡി അത്രത്തോളം ഫിസിക്കലി ഞാൻ സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെ പോലും ഇല്ല. കാരണം പ്രസവത്തോടു കൂടി ഒരു പക്ഷേ എൻ്റെ നടു പോലും തളർന്നു പോകും എന്ന് വരെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ഈ ഒരു പള്ളിയിൽ പോയി 3 നിയോഗങ്ങളിൽ ഒന്ന് കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞ് വെച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ബോഡിയുടെ പെയിൻ മാറണമെന്നും ആ ഒരു പ്രാർത്ഥന 9 ആഴ്ച മുടങ്ങാതെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അടുത്ത മാസത്തിൽ ഒരു 7-8 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ബോഡിയിലെ ഫുൾ പെയിൻ മാറി. എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ പോകുന്നത് വിസിറ്റിംഗ് വിസയിലാണ് സാധാരണ പോയിക്കൊണ്ടിരുന്നത്. ഒരു ലാസ്റ്റ് ഞാൻ ഫാമിലി വിസ എടുത്ത് പോയതാണ്. പക്ഷേ അത് ഫാമിലി വിസ ആയിരുന്നില്ല എന്നുള്ളത് അവിടെ ചെന്ന് വിസ തീരുന്നതിന് ഒരാഴ്ച മുന്നെയാണ് അറിയുന്നത് ഹസ്ബൻഡ്. അത് ഒരാഴ്ച കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഫാമിലി വിസ ചേഞ്ച് ചെയ്ത് കിട്ടണമായിരുന്നു. പക്ഷേ നമുക്കവിടെ വലിയ ഹോൾഡും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് സാധാരണ നമുക്ക് അറിയാമല്ലോ, ഒരു മാസം 2 മാസവും ഒരു വർഷമൊക്കെ ശ്രമിച്ചിട്ടായിരിക്കും പലർക്കും ഫാമിലി വിസ കിട്ടുക. ഒരാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ നിയോഗത്തിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 3 ദിവസം മാത്രമേ പിന്നെ എനിക്ക് സമയമുള്ളൂ. ഒന്നുകിൽ എനിക്ക് നാട്ടിൽ പോവേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പോയതിന് ശേഷം തിരിച്ചു വരിക. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് 3 ദിവസം മാത്രമുള്ള സമയത്ത് ഹസ്ബൻഡിന് അവിടെ ഷോപ്പായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഷോപ്പിലെ സ്പോൺസറിൻ്റെ ബ്രദർ ഒരു ദിവസം പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് വരികയും ഹസ്ബൻഡിനെ കണ്ടിട്ട് വൈഫ് വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് സാധാരണ രീതിയിൽ ചോദിക്കുകയും, അപ്പോൾ ഇങ്ങനെ ഒരു പറയുന്ന കൂട്ടത്തിൽ ഈ ഒരു വിസയുടെ കാര്യം 3 ദിവസം കൂടെ ആകുമ്പോൾ തീരും, ഫാമിലി വിസ ആയിട്ടില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ പുള്ളി പറഞ്ഞു, നീ ആ പാസ്പോർട്ട് ഇങ്ങ് എടുത്തോളൂ, അത് ഞാൻ ശരിയാക്കി തരാം. പുള്ളിക്ക് പാസ്പോർട്ട് ഓഫീസിലും അല്ലാതെയൊക്കെ പല രീതിയിൽ പലരും സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ ഉണ്ട്. ആ പാസ്പോർട്ട് ഇങ്ങ് തരുമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനകത്ത് വെച്ച് എൻ്റെ വിസ ശരിയാക്കി കൊണ്ടുവന്നു. 2 ദിവസം കൊണ്ടാണ് എൻ്റെ ഫാമിലി വിസ ശരിയായത്. അതുപോലെ തന്നെ എൻ്റെ മകൾ ജനിച്ച് മോക്കൊരു 2.5 വയസ്സൊക്കെ ആയ സമയത്ത് വയ്യാണ്ട് വന്നു, പനി വന്നിട്ട് വിട്ടു മാറുന്നില്ല. ESR കൗണ്ട് കൂടുതലായിട്ടും അങ്ങനെയൊക്കെ കാണിച്ചു. കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ
മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കവാസാക്കി എന്ന് പറയുന്ന ഒരു 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 അസുഖമാണ് അവർ പറഞ്ഞത്. അത് ആ പേര് പോലും അന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ രാജ്യത്തൊക്കെ റെയറായിട്ട് വരുന്നതാണ്, ജന്മന ഉണ്ടാവുന്ന എന്തോ വൈകല്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഒരുപാട് പേടിച്ചു. അവിടെ മെഡിസിൻ പഠിക്കുന്ന പല കുട്ടികളും എൻ്റെ മോളെ കാണാനായിട്ട് അപ്പോൾ വരുന്നുണ്ടായിരുന്നു. കാരണം 7 സിംറ്റംസിൽ 5ഓളം സിംറ്റംസ് കാണിച്ചു. ഇനി ഒരു സിംറ്റം കൂടി കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കൺഫേം ആവും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയും കിംസിലേക്ക് കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരാഴ്ച കിടന്നിട്ടും കുട്ടിക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് അസുഖമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ബോഡിയിലൊക്കെ നീരുണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയതിന് ശേഷം കുഞ്ഞൊരാഴ്ചയോളം ടോയ്ലറ്റിൽ പോകാൻ അവിടുത്തെ ആ ഒരു ഇതിൽ കുട്ടി സമ്മതിച്ചില്ല. കാരണം നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അത് കുട്ടി ഒട്ടും പോവില്ലായിരുന്നു. അവസാനം ലാസ്റ്റ് ആയപ്പം ഒരാഴ്ചയോളം ആയിട്ടും കുട്ടിക്ക് മോഷൻ പോവുകയോ പല രീതിയിലൊക്കെ ശ്രമിച്ച് ഡോക്ടേഴ്സ് നോക്കിയിട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഒന്നും കുട്ടിക്ക് ഒരു വ്യത്യാസവും ഇല്ല. കുട്ടിയുടെ വയറ് നല്ലോണം പെരുവിയിരുന്നു, ബോഡിയിലൊക്കെ നീര് വന്നു. അപ്പം കിഡ്നിയുടെ ചെക്കപ്പ് ഓരോ ചെക്കപ്പുകളെല്ലാം മാറി തിരിഞ്ഞും അവർ നടത്തുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ഫാദർ വരുന്നുണ്ടായിരുന്നു. പള്ളിയിലെ ഫാദർ വന്ന് അവിടെ വന്ന് കുഞ്ഞിൻ്റെ വയറ്റിൽ കൈവച്ചു. അപ്പോൾ തന്നെ കുഞ്ഞൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഫാദർ പോയി കഴിഞ്ഞ ഉടനെ കുട്ടി ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുകയും അതിനുശേഷം മോഷനൊക്കെ പോയി. അപ്പം തന്നെ കുട്ടിക്ക് ഫുൾ വിടുതൽ കിട്ടി. പിറ്റേന്ന് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലയെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരികയും ഞങ്ങൾ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ മോളെ പ്രസവിച്ച് ഏകദേശം 2 വയസ്സ് ആവുന്നവരെയും എനിക്ക് എൻ്റെ നടുവിന് ആദ്യം ഡെലിവറി സമയത്ത് എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. നടക്കുമ്പോൾ ഒരു കാല് വയ്ക്കുന്ന അതിനോടൊപ്പം മറ്റേ കാലും വരുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നതിൽ കാലൊരു വലിച്ചെടുക്കാൻ നടക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു. അത് പല ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാറി. പക്ഷേ എനിക്ക് രാത്രി ഇപ്പം ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ മലർന്ന് ഉറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സൈഡും ചരിഞ്ഞ് മാത്രമേ ഞാൻ 2 വർഷമായിട്ട് കിടക്കുള്ളൂ. ഉറക്കത്തിൽ അറിയാതെ എപ്പോഴെങ്കിലും ഞാൻ മലർന്ന് കിടന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സപ്പോർട്ടില്ല, ചരിച്ച് കിടത്താതെ എനിക്ക് എണീക്കാൻ പറ്റത്തില്ല. ചരിക്കാതെ എനിക്ക് എണീക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ധ്യാനം കൂടുകയും എനിക്ക് അത്ഭുതകരമെന്ന് പറയുമ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ 7ൻ്റെ അന്ന് എനിക്ക് നേരെ ഉറക്കത്തിൽ ഞാൻ മലർന്ന് കിടക്കുകയും കണ്ണ് തുറന്നപ്പോൾ മലർന്ന് കിടക്കുകയാണ്. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എണീക്കാൻ പറ്റി. പിന്നെ ഈ നിമിഷം വരെയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരുമായിരിക്കും എന്ന് പോലും ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഇപ്പം ഇത്രയും വർഷം ഏകദേശം ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 10-12 വർഷത്തോളം ആവുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല. പിന്നെ കല്യാണത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു 2 ഫാമിലിയിലും. തടസ്സങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത്ഭുതകരമായിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ മാരേജ് നടന്നു. പിന്നെ നമുക്ക് ഈ ഒരു കുഞ്ഞ് പ്രഗ്നൻ്റ് ആയ സമയത്ത് 5ാമത്തെ മാസത്തിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോമാണ് എന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളിവിടെ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് തന്നെ ഉടമ്പടി കഴിയാതെ ഫാദറിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കുഞ്ഞിനെ കാണിക്കാനുള്ള പെർമിഷൻ കിട്ടുകയും ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയും ഫാദറിൻ്റെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മളും ഉടമ്പടി ഈ ഈവനിങ്ങും മോർണിംഗും ഒക്കെ പ്രാർത്ഥന കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ചെക്കപ്പ് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. അമ്നോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് ഏകദേശം 15 ദിവസത്തോളം കഴിഞ്ഞ്. പക്ഷേ ആ 15 ദിവസവും മനസ്സ് ടെൻഷൻ അടിക്കാതെ പിടിച്ച് നിൽക്കാൻ പറ്റി. റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ല. നോർമലി എല്ലാ കുഞ്ഞുങ്ങളെയും കണക്കാണ്. ആ കുഞ്ഞിനിപ്പം നാളെ ആകുമ്പോൾ 2 മാസം ആ കുഞ്ഞിനെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഞങ്ങൾ. ഇന്ന് നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 20 വർഷത്തെ അനുഗ്രഹങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതുപോലെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ ഒരു ടീച്ചറാണ്. ഞാൻ ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് ഞാൻ കോഴ്സ് കഴിഞ്ഞ് പെട്ടെന്നൊരു ജോലി വേണമെന്നുള്ളത് കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പേ അക്കാഡമിക് ഇയറിൽ തന്നെ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് പോലും ഇല്ല ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത്. ഞാനൊരു CBSE സ്കൂളിലല്ല പഠിച്ചത്, ഗവൺമെൻറ് സ്കൂളിലാണ്. പക്ഷേ ഞാൻ CBSE സ്കൂളിലെ ഇൻ്റർവ്യൂവിനാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ ഒരുപാട് പേര് വെളുപ്പിന് 5 മണിക്കൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോഴേ അങ്ങനെ ഒരുപാട് പേരവിടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കൂടി 2 സീറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന സമയത്ത് എൻ്റെ കയ്യിൽ മാത്രം എല്ലാ സർട്ടിഫിക്കറ്റും വെയിറ്റിംഗ് ആണ് എന്ന് മാത്രം എഴുതി കൊടുത്തു. കാരണം കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല. പക്ഷേ വരുന്നവരുടെ കയ്യിൽ എല്ലാവരും കെട്ടുകണക്കിന് സർട്ടിഫിക്കറ്റുമായിട്ടാണ് അവർ നിന്നത്. പക്ഷേ അവിടെ ഇൻ്റർവ്യൂ നടത്തുകയും
ഫസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വരുന്ന സമയത്ത് തന്നെ പിന്നെ പ്രിൻസിപ്പൾ കാണുകയും എന്നെ അങ്ങ് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സംസാരത്തിനിടയിൽ അത് ഇൻ്റർവ്യൂ അല്ല കാഷ്വൽ ടോക്കായിരുന്നു. അതിൻ്റെ ഇടയിലായിരുന്നു സത്യത്തിൽ പുള്ളി അതെന്നെ ഇൻ്റർവ്യൂ ആയിട്ട് തന്നെ കാണുകയായിരുന്നു. അങ്ങനെ തന്നെയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അതിനുശേഷം ഇൻ്റർവ്യൂ വേറെ ദിവസമായിരുന്നു. ആ ദിവസം എല്ലാവരെയും പോലെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി പേര് അവിടെ ഇൻ്റർവ്യൂ ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ കണ്ട സമയത്ത് പുള്ളി പറഞ്ഞു, ആ കുട്ടീനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ആ സമയത്ത് ഒരു രീതിയിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ 2 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഞാനായിരുന്നു. എനിക്ക് അത്രയും അവിടെ ഉള്ളതിൽ എനിക്ക് അത്രയും യോഗ്യത പോലും ഇല്ലായിരുന്നിട്ട് പോലും എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടുകയും നന്നായിട്ട് അവിടെ നല്ല രീതിക്ക് വർക്ക് ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വരാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും സാധിച്ചു. അതിനുശേഷം പിന്നെ കോവിഡിന് ശേഷം ഞാൻ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് വരികയും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അതിനേക്കാൾ നല്ലൊരു സാലറിയോടുകൂടി എനിക്ക് ജോലി കിട്ടുകയും വളരെ ഹാപ്പിയായിട്ട് നമ്മൾ പോവുകയും ചെയ്തു. ഇപ്പം വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. പിന്നെ ഡെലിവറി സമയത്ത് എൻ്റെ മോളെ ഡെലിവറി സമയത്ത് എനിക്ക് ഏകദേശം 14 മണിക്കൂറോളം എടുത്തിട്ടായിരുന്നു ഡെലിവറി നടന്ന. ഒരു രീതിയിലും പെട്ടെന്നൊന്നും എനിക്ക് ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നില്ല. എബ്രോഡ് വെച്ചിട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് പെയിൻ അനുഭവിച്ചു. പെട്ടെന്ന് ഡെലിവറി നടക്കാത്തതുകൊണ്ട് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. കാരണം സിസേറിയൻ വേണമെന്ന് പോലും ഞാൻ പറഞ്ഞു. അത്രയും മരിച്ചു പോകുമെന്ന് തോന്നുന്ന രീതിയിൽ അത്രയ്ക്ക് ഞാൻ പെയിൻ സഹിച്ചു. 14 മണിക്കൂറോളം പെയിൻ സഹിച്ചു. അപ്പോൾ രണ്ടാമത് ഇന്നൊരു കുഞ്ഞിന് വേണ്ടി പേടിയായിരുന്നു. ഈ ഒരു കുഞ്ഞിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന ഉടമ്പടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 2024 ജാനുവരിയിൽ ഉടമ്പടിയിൽ ഫസ്റ്റ് വെച്ചിരുന്ന ഈ ഒരു കാര്യമായിരുന്നു. ഇനി ഈ കുഞ്ഞിൻ്റെ പ്രസവ സമയത്ത് എനിക്ക് വളരെ എളുപ്പത്തിൽ എനിക്ക് പ്രസവിക്കാൻ പറ്റണമെന്നായിരുന്നു. ചെക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ചെക്കപ്പിനും ഡോക്ടർ പറഞ്ഞു, ഒരുപാട് നാളത്തെ 12 വയസ്സുണ്ട് മോൾക്ക്, ഇത്രയും നാളത്തെ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ സെൽസൊക്കെ നല്ല ടൈറ്റാണ്, വളരെ ബുദ്ധിമുട്ടാണ്, എളുപ്പത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരുണ്ടായിരുന്നു. അതിൽ 4 പേർക്കും പെട്ടെന്ന് തന്നെ പെയിനും കാര്യങ്ങളും വന്നു. എനിക്ക് ഡേറ്റായിട്ടും പെയിൻ വന്നില്ല. ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടും മറ്റുള്ള എല്ലാവർക്കും പെയിൻ വന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് പെയിൻ വരുന്നതും. ലേബർ റൂമിൽ ചെല്ലുന്ന സമയത്ത് ബാക്കി എല്ലാവർക്കും ഏകദേശം നല്ല രീതിക്ക് എല്ലാ പെയിനുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഡെലിവറി അടുത്ത് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് മാത്രം ആവാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് ആ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റി കിടത്തുകയൊക്കെയായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഏകദേശം 10 മിനിറ്റിനുണ്ട് പെട്ടെന്ന് തന്നെ ഒരു നഴ്സ് വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ഡെലിവറി ആവാറായി എന്ന് പറയുന്ന മുമ്പേ ഡോക്ടറെ വിളിക്കുകയും അവിടെ കിടന്ന 4 പേരെ മാറ്റി നിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഡെലിവറി എനിക്കറിയില്ല എങ്ങനെയാണ് എന്നറിയില്ല. ഏകദേശം 1.25 മണിക്കൂർ നേരമേ ലേബർ റൂമിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പറയുന്ന മുമ്പേ എനിക്ക് ഡെലിവറി നടന്നു. ആ സമയത്ത് അതികഠിനമായ വേദന ഉണ്ടെങ്കിൽ പോലും ഞാൻ കരയാതെ മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് ചേർത്ത് പിടിച്ചോളണേ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഞാൻ മാതാവിനെ ഇറുക്കി പിടിക്കുന്ന രീതിയിൽ കമ്പിയിൽ ഞാൻ ഇറുക്കി പിടിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് പ്രസവിക്കാൻ പറ്റിയത് എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല. ഇവർക്ക് പുറത്ത് നിന്ന് എവർക്കാണെങ്കിലും അതൊരു അതിശയമായിരുന്നു. ഡോക്ടർ വന്ന് എൻ്റെ ചോദിച്ചു, ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇത് നടന്നു എന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചത്. അത്ഭുതത്തോടെ ഡോക്ടർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. ഇതുവരെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാനും ദിവ്യയോടെ ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ദിവ്യയുടേതായ രീതിയിൽ, അതായത് എൻ്റെ ഭാര്യ അവളുടേതായ രീതിയിൽ ഉടമ്പടികളൊക്കെ 6 നിയോഗങ്ങൾ കൊടുത്തു. ഞാൻ എൻ്റേതായ രീതിയിൽ 6 നിയോഗങ്ങൾ കൊടുത്തു. അതിൽ ആദ്യത്തെ നിയോഗമാണ് എനിക്കൊരു ആൺകുട്ടിയെ വേണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നിയോഗപ്രകാരം ഞങ്ങൾക്കൊരു ആൺകുട്ടിയെ കിട്ടി. അതിൽ ഞാൻ സാക്ഷ്യം പറയാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. കുട്ടിയുടെ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ മാർക്കിൻ്റെ ടെസ്റ്റ് നടത്തിയ സമയത്ത് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഡൗൺ സിൻഡ്രോം എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഡോക്ടർ മുമ്പായിരുന്ന ദിവ്യയുടെ മുഖത്തോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നു. ഇങ്ങനെയാണ്, ചിത്രയുടെ മോളുടെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലായില്ല. ദിവ്യ എന്നെയാണ് ഡയറക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊരു ഓട്ടിസം ബാധിക്കുന്ന പോലത്തെ ഒരു അസുഖമാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളിവിടെ ഉടമ്പടിയിലായിരുന്നു. നമ്മൾ എത്രയും പിറ്റേ ദിവസം തന്നെ നമ്മളിവിടെ വന്നു. ഫാദറിനെ കണ്ടു. ഫാദർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാന്ന് പറഞ്ഞു. ഞങ്ങളുടെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അഡ്വാൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അമിനോ സിന്തസിസ്.
ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓൾറെഡി ഈ ഡൗൺ സിൻഡ്രം ഇല്ല, എല്ലാം ഓക്കെ ആണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഏകദേശം കുഞ്ഞ് 2 മാസം ആവാറായി. ഫാദറിനെ കാണിക്കാൻ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാനിവിടെ ഫസ്റ്റ് നിയോഗം കൊടുത്ത ആൺകുട്ടി. ഇതാണ് ഒരു 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 ബുദ്ധിമുട്ടുമില്ലാതെ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി എനിക്ക് എൻ്റെ കുട്ടിയെ കിട്ടി. അതിന് ഞാൻ കൃപാസനത്തോട് എന്നെന്നും കടപ്പെട്ടവനാണ്, മാതാവിനോടും കടപ്പെട്ടവൻ. അതുപോലെ തന്നെ ഹസ്ബൻഡ് കല്യാണത്തിന് മുമ്പേ ഞാൻ ജീസസിൽ എനിക്ക് വിശ്വാസമാണ്. ഞങ്ങൾ ഹിന്ദു ആണെന്ന് പറഞ്ഞല്ലോ, അപ്പം പുള്ളിയും ഞാനും അതിന് മുന്നേ വിശ്വാസം ഒട്ടും ഉണ്ടായിരുന്നില്ല. എനിക്കായിരുന്നു വിശ്വാസം. അപ്പം ഞാൻ പലപ്പോഴും കല്യാണത്തിന് മുമ്പ് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഞാൻ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി കേൾക്കാൻ തയ്യാറാവില്ലായിരുന്നു. കാരണം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വെച്ച ഉടമ്പടിയിൽ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ഞാൻ മാതാവിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വിശ്വാസിയായി വരണം എന്നാണ്. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോവാമെന്ന്. അങ്ങനെ പുള്ളി വിശ്വാസിയാവുകയും അതിനുശേഷം പുള്ളി ഈ ഒരു വിശ്വാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്തും വന്ന് എടുക്കുന്നവരെയും എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷേ പുള്ളി വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇപ്പം എന്താ വീണ്ടും വന്ന് പുതുക്കി. അതിനുശേഷം പുള്ളി ഇവിടെ വിശ്വാസിയാണ്.